റൗണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞു. നാളെ അതായത് ഇന്നത്തെ ഇതിൽ ക്ലീനിങ് വീഡിയോ എന്ന് പറഞ്ഞാൽ ഇന്ന് ഫ്രൈഡേ അല്ലേ, ഫ്രൈഡേക്ക് ക്ലീനിങ് വീഡിയോ ആണ്. ജോലി ചെയ്താൽ മാത്രമേ ഉള്ളൂ ക്ലീനിങ്. ചെക്കിങ് റൗണ്ടിലെല്ലാം അടിച്ചു കഴിഞ്ഞു. പമ്പ് സ്റ്റേഷൻ, പമ്പ് റൂം, ക്ലോറിനേഷൻ, റീഡിങ് എല്ലാം എഴുതി കഴിഞ്ഞു. ഇനി വെയിറ്റ് ചെയ്ത് ഇനി രാവിലെ വരെ. ഇനി കോളൊന്നും വരേണ്ട ഇതൊന്നുമില്ല, ഒന്നും ചാൻസ് ഇല്ല. ഇൻ കേസ് എമർജൻസി വല്ലതും കട്ട് ഓഫ് ആയാലേ കോൾ വരും. ഇത് പിന്നെ നെറ്റുണ്ട്, കണക്ഷൻ ഉണ്ടായിരുന്നായിരുന്നു. സംഭവം ഇടയ്ക്ക് കംപ്ലൈൻ്റ് ആയി, അത് റെഡിയായില്ല. അപ്പം പിന്നെ നെറ്റ് എടുത്തിട്ട് നെറ്റിൻ്റെ കേബിൾ ഇവിടെ ഇട്ട്, അല്ലെങ്കിൽ അവിടെ ആ കേബിളിൻ്റെ സ്ഥാനത്ത് വേറെ കേബിൾ, ഇതിൻ്റെ കൺട്രോളിൻ്റെ കേബിൾ, ഒരു നീല കേബിളുണ്ട്. ഇവിടെ ഇപ്പം നെറ്റിൻ്റെ ഇട്ടിരിക്കുന്നു. അതിന് പോരാ അവിടെ ഇതിൻ്റെ കേബിൾ വരും, ഒരു ബ്ലൂ കേബിളുണ്ട്. അടിയിൽ വരും, തറയിൽ കൂടി ഇട്ടിട്ടുണ്ട് ഫ്ലോറിൽ. ഏകദേശം ഒരു സൈറ്റ് കൺട്രോൾ ചെയ്യാനുണ്ട്, അത് കൺട്രോൾ ചെയ്തെല്ലാം സെറ്റ് ചെയ്തിട്ട് ബാക്കി ഇനി ഒരെണ്ണം കൂടി ഉള്ളത്. അത് മെയിൻലി 1.5 മണിക്കൂർ 2 മണിക്കൂർ. അത് നമ്മളല്ല മെയിൻ വേറെ സ്ഥലമുണ്ട്, അവിടെ കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് അവിടെ കൺട്രോൾ ചെയ്യണം. ഇതിൻ്റെ ലെവൽ കൂടാൻ പാടില്ല. 0.68 നിൽക്കുന്നത്. ഇത് ഏകദേശം 3.6070 ഒക്കെ ആകുമ്പം കൺട്രോൾ ചെയ്ത് നിർത്തണം. അതായത് കൂടാൻ പാടില്ല, കൂടിയ ഇതിൻ്റെ പ്രഷർ ഏറിയത് പൊട്ടും. വേറെ സ്ഥലത്ത് കൺട്രോളുണ്ട്, അവിടെ ഇൻ കേസ് കറണ്ട് പോകുമ്പോഴാ, അല്ലെങ്കിൽ ഇതിൻ്റെ ഇത് സംഭവം കേബിൾ പോലത്തെ സാധനത്തിന് ഫൈബറിൻ്റെ, ഇൻ കേസ് അത് കട്ടായാൽ നമ്മളെവിടെ നിന്ന് കൺട്രോൾ ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് വലിയ ജോലിയില്ല, കുറവാണ്. നമുക്ക് ചെറിയ സൈറ്റുകൾ, അതായത് 2 മണിക്കൂർ 3 മണിക്കൂർ കൂടുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്യുക, കൺട്രോൾ ചെയ്യാണ്ടെങ്കിൽ ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇനി ഇവിടെ ചുമ്മാ ഇരുന്ന് ജസ്റ്റ് പുറത്തൊക്കെ ഒന്ന് റൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. കൊണ്ട് ഫോണൊന്ന് ചാർജ് ഇട്ടിട്ടൊക്കെ ചുമ്മാ നിൽക്കുക. കോർണേഷൻ എല്ലായിടം പോയി റൗണ്ടൊക്കെ അടിച്ച്. നാളെ വൃത്തിയാക്കേണ്ടതല്ലേ, അതിൻ്റെ ഒരു ഏകദേശം എല്ലാവരും റൗണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞു. ഇനി സൂര്യപ്രകാശം വരാൻ തുടങ്ങി, ലൈറ്റിൻ്റെ ഇത് വന്നു തുടങ്ങി, ക്ലീൻ ചെയ്ത് തുടങ്ങും. ഈ അവിടെ ചെന്ന് സമയമാകാറായി. ഇനി അവിടെ ഒന്ന് റെഡിയാക്കി റേഡിയോ ഇതൊന്ന് സെറ്റ് ചെയ്ത് എഴുതി വെച്ച് പ്രകാശം വന്നു തുടങ്ങി ക്ലീൻ ചെയ്യണം. ആണ് പ്ലാൻ. ചുമ്മാ ഇരുന്നിട്ടൊരു കാര്യമില്ല. പിന്നെ ലൈറ്റൊക്കെ ഓഫ് ചെയ്തു. അവിടുത്തെ സ്വിച്ച് ഓഫ് ചെയ്യാറുണ്ട്. ഇത് ഓഫ് ചെയ്യാറുണ്ട്. പവർ കട്ടോ ഇതൊക്കെ ഫുള്ള് ബാറ്ററിയിലാവും.
ഇനിയിപ്പോൾ ഈ മറ്റേ പമ്പൊക്കെ സെറ്റാക്കിയിട്ട് എല്ലാ സൈഡും കഴിവ് വൃത്തിയാക്കി സെറ്റാക്കിയിട്ട് എല്ലാം റെഡിയാക്കി ഒതുക്കി സെറ്റാക്കി എടുക്കും. എല്ലാം കഴിഞ്ഞു, ക്ലീനാക്കി എല്ലാം കഴിഞ്ഞു. ഇവിടെ ഞാനല്ല വൃത്തിയാക്കിയ, വേറൊരു ഫ്രണ്ടുണ്ട്, വേറൊരു ഓപ്പറേറ്റർ ഉണ്ട് ഇവിടെ. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല, അങ്ങനെ കാര്യങ്ങളൊന്നും ഇവിടെ കഴുകിക്കൂടാ, തൂത്തേ ഇടാവുള്ളൂ. ഇവിടെ എപ്പോഴും വൃത്തി തന്നെയായിരിക്കും. ഇവിടെ അങ്ങനെ ആരും കയറുള്ളൂ. മെയിൻ്റെ ഇത് ഓണാക്കുമ്പോൾ പോകും. ഏകദേശം 45 മിനിറ്റായി. ഇനി നേരെ പോയി ഇവിടെ വൈഫൈ ഓണാവണേ ഉള്ളൂ, പവർ ഓഫ് ആയുണ്ട്. ഇനി അത് 4-5 മിനിറ്റ് എടുക്കും അത് ഓണായി വരുമ്പോൾ. അതിനേക്കാളും നേരെ പോയി റൂമിൻ്റെ അവിടെ പോയി അവിടെ നിന്ന് സെൻഡ് ചെയ്യുക, പിന്നെ അവിടുത്തെ സ്ഥലം വൃത്തിയാക്കാറുണ്ട്. കുറച്ച് കച്ചറ ഡബ്ബകളിൽ ഫുള്ളുള്ള കച്ചറയൊക്കെ കൊണ്ട് കളഞ്ഞ് അതൊക്കെ വിസിബിളൊന്നുമില്ല. പക്ഷേ അടിപൊളിയാ കാണാൻ. മണ്ടേ കയറാൻ വയ്യ, ഞാൻ ഫുള്ള് തണുത്തിരിക്കും. ഇതിപ്പോൾ വെള്ളവും കാലിലൊക്കെ വീഴും. ഇനി കച്ചറ ഫുള്ള് കൊണ്ട് കളഞ്ഞിട്ട് വരുമ്പോൾ തന്നെ പിന്നെ ഇപ്പം തന്നെ മറ്റേ അവിടെ ക്ലീൻ ചെയ്ത ഫോട്ടോ സെൻഡ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട്. ഇത് ഇവിടെ കൊണ്ട് കളയാണ്ട്, പിന്നെ അവിടെ ഒരു ഡബ്ബയുണ്ട് അത് കൊണ്ട് കളയാണ്ട്. അത്ര തന്നെ. അടുത്ത് പോയി പല്ലി അയക്കണം. കുറച്ചേ ഉള്ളൂ. ജസ്റ്റ് ഒന്ന് ഇത് നനച്ച് പറഞ്ഞു. ഇവിടെ വിത്ത് പൊടിക്കാത്തതുകൊണ്ടാണ് കൂടുതൽ വെള്ളം ഒഴിച്ചത്. സംഭവം മണ്ണ് ഭയങ്കര കട്ടിയുള്ള ടഫുള്ള മണ്ണായത്. ഇത്ര നനഞ്ഞ് വെച്ചിട്ട് നോക്കിയോ, അകത്തിറങ്ങണില്ല വിരൽ. ഭയങ്കര ടഫാണ് മണ്ണ്. ഇതാണ് അവിടെ പൊടിക്കാത്തത്. അതിനി ഇവിടെ പൊടിച്ച ചെടി ഇളക്കി അവിടെ നിറഞ്ഞു. അതുകൊണ്ടാണ് അവിടെ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ നിറഞ്ഞത്. വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ട്. അത് മണ്ണ് റെഡി ആയിട്ടില്ല, ചെടിയും വന്നിട്ടില്ല. പിന്നെ ബാക്കിയെല്ലാം നോർമലി സ്പ്രേ ചെയ്ത് വിട്ട്. ഇവിടെ അങ്ങനെ തന്നെ ബാക്കി ഇവിടെ പിന്നെ മണ്ണ് കുഴപ്പമില്ല, അടിപൊളി മണ്ണ്. ചെടി നട്ടിരുന്ന മണ്ണ് സ്ഥലം ഇത്രയും. ഫുള്ള് സെറ്റായി.
ഇനി കുളിക്കേണ്ട സെറ്റപ്പിൽ അതും വെള്ളം വെച്ചിരുന്നു. വെള്ളം റെഡി. ഇനി പോയി കുളിക്കണം. അയ്യോ, കൊണ്ട് ഫോണും ചാർജ് ചെയ്തിട്ട് കുളിച്ചിട്ട് എന്ന് പറഞ്ഞാൽ കുളിച്ച് ഇറങ്ങി തുണിയൊക്കെ നനച്ചിട്ട് ഇനി ഫുഡ് കഴിക്കേണ്ട പ്ലാൻ ഉണ്ടാക്കേണ്ട റെഡിയാക്കണം. ഫുഡ് റെഡിയാക്കി ഇനി ഇതിനെ എല്ലാം കൂടി ഒന്നിച്ചാക്കിയിട്ടൊരു സാൻഡ്വിച്ച് പോലെ സെറ്റായിട്ടുണ്ട്. ഫുഡ് റെഡിയായി അങ്ങനെ. ഇനി ബാക്കി ചീസും ബ്രെഡും കൊണ്ടുവയ്ക്കണം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഇനി കുറച്ച് നേരം എടുത്തിരിക്കുക. റെഡിയാക്കി പോകുന്ന സമയം. ഓക്കെ ബൈസ്, ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ് ഗൈസ്, ഗുഡ് നൈറ്റ്. എണീറ്റുള്ളൂ. ഇനി പോയി ഒന്ന് കഴിവൊന്ന് സെറ്റാവണം. ഫുഡ് റെഡിയാക്കാൻ വെച്ച് ഫുഡ് റെഡി കൊണ്ടുപോയി കഴിക്കുക. കുറച്ച് നേരം വരെ തിരിക്കുക. ഇന്നത്തേക്കുള്ള ബാക്കിയിരുന്നത് ഇന്നലത്തെ ഉണ്ട്. ഒന്ന് നേരത്തെ കുളിക്കണം, നേരത്തെ ഫുഡ് എടുത്ത് വയ്ക്കണം. അവന് കട വരെ പോകണം കൂടെയുള്ളവൻ. അതുകൊണ്ടെല്ലാം നേരത്തെ എടുത്ത് വെച്ച് കുളിച്ച് അവിടെ പോയി അങ്ങിരിക്കും. ടൈമായില്ല. അവൻ 5-5:30 എന്തോ അവിടെ പോകണമെന്ന് പറഞ്ഞു. നാളത്തേക്ക് ഫുഡിനുള്ളത് എടുത്ത് കൊണ്ടുപോയി കഴിവിയതിന് ശേഷം വയ്ക്കുക, കുളിക്കുക. എല്ലാം പെട്ടെന്ന്. അവന് ഇനിയിപ്പോൾ പോകണമെന്ന് പറഞ്ഞു. റെഡിയാക്കി. വെള്ളവും ചൂടായെന്ന് തോന്നുന്നു. നേരത്തെ തിളച്ച് സെറ്റ്. പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇനി പോയി കുളിക്കുക. നേരത്തെ ഡ്യൂട്ടിക്ക് കയറി. അതിപ്പം ഫോഗ് ശാലം കുറഞ്ഞായിരുന്നു. അയ്യോ അയ്യോ, ആയിരുന്നു സംഭവം. അയ്യോ, രാവിലെ കയറാൻ പറ്റില്ല, ഭയങ്കര തണുപ്പ്. സാധനമൊക്കെ ഐസ് കട്ടയൊക്കെ കഴിയിട്ടല്ലേ ഇരിക്കും. എന്നാ പറയാനാ. ഇനി ഡ്യൂട്ടി കയറി. ചില നേരത്തെ കയറി. 2-3 മണിക്കൂർ മുമ്പേ കയറി. സാധനം വച്ചിട്ട് ഉറച്ചപ്പോൾ അവിടെ കയറിങ്ങിരുന്ന് കോള് പറഞ്ഞാൽ ഞാനും അങ്ങനെ തന്നെ. അവൻ ഇടയ്ക്കിടയ്ക്കേ പോകുള്ളൂ. ഞാൻ ഇതേ സമയത്ത് ഈ മാസത്തിൽ അവൻ ഒരു പ്രാവശ്യമാണ് ചെയ്തത്. അല്ല, ഈ മാസത്തിൽ അവൻ ഏകദേശം 3 മാസത്തിൽ അവൻ ഒരു പ്രാവശ്യമാണ് ചെയ്തത്. ഞാൻ 1 മാസത്തിൽ 3-4 പ്രാവശ്യം പോകും കടയിൽ. ഇതുപോലെ 5 മണിക്ക് അവനെ ഡ്യൂട്ടിക്കും പിടിച്ചിട്ടുണ്ട് ഞാൻ പോകും. അതുകൊണ്ടൊരു കുഴപ്പമില്ല. അയ്യോ, ഇനി താഴെ ഇറങ്ങിപ്പോകും. തണുപ്പടിച്ചാളെ സ്ഥലത്ത് വന്ന് ഇനി ഇവിടെ ഫുള്ളിരുന്ന് ചെക്ക് ചെയ്യുക. ഇനി ഇവിടെ ഇരുന്ന് ചെക്ക് ചെയ്യുക, എല്ലാം നോക്കുക. അത്ര തന്നെ. ഏകദേശം എല്ലാവരും റൗണ്ടൊക്കെ അടിച്ചു കഴിഞ്ഞ് എല്ലാം ചെക്ക് ചെയ്തൊക്കെ കഴിഞ്ഞു. ഈ കമ്പ്യൂട്ടറിൻ്റെ പരിപാടി മാത്രം തന്നെ. പിന്നെ രാത്രി ഒരു 11 മണിക്കൊക്കെ ഒരു ചെക്കിങ് കൊണ്ട്. അപ്പോൾ അത്ര തന്നെ ഗൈസ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.